വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് മെട്രിക്സസ്. ഓക്കെ, സോ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. മെട്രിക്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു റെക്റ്റാങ്കുലർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഈ റെക്റ്റാങ്കുലർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എലമെൻറ്റ്സോ അല്ലെങ്കിൽ എൻട്രീസോ ഉണ്ടാവും. അവരുടെ നമ്മൾ പറയുന്നതാണ് ഫങ്ഷൻസും അതുപോലെ തന്നെ നമ്പേഴ്സും. ഓക്കെ, ഞങ്ങൾക്കിപ്പോൾ പറഞ്ഞപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല മാം, ഒന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് അതിൻ്റെ പിക്ചറൈസ് ചെയ്ത് പറയാം. നമ്മൾ മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു റെക്റ്റാങ്കുലർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, സോ ഒരു മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ എന്നോ ബി എന്നോ ഏതെങ്കിലും ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സപ്പോസ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ്. ഈ മെട്രിക്സിൻ്റെ ഉള്ളിൽ ഇനി എലമെൻറ്റ്സ് വേണമല്ലേ. സോ ആ എലമെൻറ്റ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒന്നുകിൽ നമ്പേഴ്സ് വരാം അല്ലെങ്കിൽ ഫങ്ഷൻസ് വരാം. ഓക്കെ, സോ നമ്പേഴ്സായിട്ട് നമുക്ക് അറിയുന്നത് ഏതാ, 1 2 3, അല്ലെങ്കിൽ വേറെ നമ്പേഴ്സ് 4 5 6, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് വരാം. അപ്പോൾ കോംപ്ലക്സ് നമ്പറിൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ എന്ന് പറയുന്നത് A+IB ആണ്. നമ്മൾ +1 5th ചാപ്റ്ററിൽ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഫോമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഉള്ളിലെ ഈ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എൻട്രീസിനെ നമ്പേഴ്സും അല്ലെങ്കിൽ ഫങ്ഷൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫങ്ഷൻസ് അറിയാം, ലോഗറിതമിക് ഫങ്ഷൻ അറിയാം അല്ലേ. സോ log x എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ്. അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് e⁻x എന്നാണ്. പിന്നെ വേറെ ഫങ്ഷൻ ഏതാ, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് അല്ലേ. നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ചാപ്റ്ററിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് പഠിച്ചപ്പോൾ ഒരു 6 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ എന്താണെന്നൊക്കെ നോക്കിയായിരുന്നു. ഓക്കെ, സോ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് sin x, cos x, tan x, ഏതൊക്കെ ഫങ്ഷൻസ് വേണമെങ്കിലും നമുക്ക് ഈ മെട്രിക്സിൻ്റെ ഉള്ളിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, എൻട്രീസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ലാസ്റ്റ് മാം ഒരു നമ്പറാണ് ഡിനോട്ട് ചെയ്യണം. ഓക്കെ, സോ ഈ മെട്രിക്സ് നമ്മൾ റീഡ് ചെയ്യുന്നത് A ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 3 A+IB log x e⁻x sin x cos x 1. ഇതൊരു മെട്രിക്സിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ എന്തൊക്കെ ശ്രദ്ധിക്കണം, ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ ഡിനോട്ട് ചെയ്യണം. ഒരു റെക്റ്റാങ്കുലർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക. മെട്രിക്സിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സിനെ നമ്മൾ എൻട്രീസ് എന്നും പറയും. ഓക്കെ, സോ ആ എലമെൻറ്റ്സ് എന്താവണം, നമ്പേഴ്സോ ഫങ്ഷൻസ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സച്ച് ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻ നമ്മൾ മെട്രിക്സിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. ഓക്കെ, സോ എ മെട്രിക്സ് ഈസ് ആൻ ഓർഡേർഡ് റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡെഫിനേഷനായിട്ട് വരുന്നത്. ജസ്റ്റ് നിങ്ങൾ എന്താണോ പിക്ചറൈസ് ചെയ്തത് അതിനൊന്ന് ജസ്റ്റ് ഡെഫിനേഷനിലോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ മെട്രിക്സിലെ ഓരോ എലമെൻറ്റ്സിനെ നമ്മൾ പറയുന്നതാണ് എൻട്രീസ്. ഓക്കെ, 1 എന്ന് പറയുന്നത് ഒരു എൻട്രിയാണ്, 2 എന്ന് പറയുന്നത് വേറൊരു എൻട്രിയാണ്, log x എന്ന് പറയുന്നത് വേറൊരു എൻട്രിയാണ്. ഓക്കെ, അത് നമുക്ക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് എന്ന് പറയാം. സോ ഒരു മെട്രിക്സിൽ റോസും ഉണ്ടാവും കോളം ഉണ്ടാവും. നമുക്കറിയാലോ, ഒരു സ്കൂളിൽ അസംബ്ലി നടത്തുമ്പോൾ ഫസ്റ്റ് റോയിൽ ലീഡേഴ്സ് ഉണ്ടാവും അല്ലേ. സോ ഈ ഹൊറിസോണ്ടലായിട്ട് വരുന്ന ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ലൈൻസിനാണ് നമ്മൾ റോസ് എന്ന് പറയാം. ഇനി ലീഡേഴ്സിൻ്റെ ബാക്കിൽ നമ്മൾ കുട്ടികൾ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കും. അപ്പോൾ അതിന് നമ്മൾ എന്തായി ഒരു വെർട്ടിക്കൽ ലൈനായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതൊരു കോളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ മെട്രിക്സിൽ എന്തുണ്ട്, റോസും ഉണ്ട് കോളം ഉണ്ട്. സോ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനിനെ നമ്മൾ എന്തെന്ന് പറയും, ഹൊറിസോണ്ടൽ ലൈനിനെ നമ്മൾ റോസ് എന്ന് പറയും. ഓക്കെ, സോ ഈ ഒരു മെട്രിക്സിൽ 3 റോസ് ഉണ്ട്, ഹൊറിസോണ്ടലായിട്ട് 3 റോസ് ഉണ്ട്. സോ റോസിനെ നമുക്ക് R എന്ന് ഡിനോട്ട് ചെയ്യും. സോ R1 R2 R3. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് റോസ് ഈ മെട്രിക്സിലെ. അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് നമ്മൾ പറയുന്നതാണ് കോളം. ഓക്കെ, സോ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. സോ നമുക്ക് C1 C2 C3 എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സോ മെട്രിക്സ് തന്നെ എന്താണ്, ഒരു റെക്റ്റാങ്കുലർ അറേയുടെ ഉള്ളിൽ നമ്പേഴ്സും ഫങ്ഷൻസും ഉണ്ടാവും. നമ്മൾ അവർ അറേഞ്ച് ചെയ്യുന്നത് റോയിലും കോളത്തിലും ആയിട്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ മെട്രിക്സ് എന്ന് പറയണത്. ഓക്കെ, സോ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്ന്. ഓക്കെ, ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കോളം നമ്പർ ഓഫ് റോയും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഓർഡർ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഓർഡർ ഓഫ് എ മെട്രിക്സ് ഇസ് ഈക്വൽ ടു number of rows by number of column ആണ്. ഓക്കെ, സോ ഒരു മെട്രിക്സ് തന്നിട്ട് നമ്മളോട് പറയാണ് ആ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ആ മെട്രിക്സിലെ റോയുടെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇൻ ബിറ്റ്വീൻ നമ്മൾ ദിസ് ഇൻറ്റുവിൻ്റെ റെപ്രസെൻറ്റേഷൻ കൊടുക്കുക. അത് ഇൻറ്റു അല്ല, നമ്മൾ റീഡ് ചെയ്യുന്നത് ബൈ എന്നാണ്. ഓക്കെ, സോ നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളം ആണ് എന്ത് മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഏതെങ്കിലും എക്സാമ്പിൾ തരാണെങ്കിൽ ഡയറക്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റൂലേ. ഇപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ളൊരു മെട്രിക്സിൻ്റെ എക്സാമ്പിളാണിത്. ഓക്കെ,
സോ ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? നമ്പർ ഓഫ് റോസ് എത്രയുണ്ട്? 3 റോ ഉണ്ട് അല്ലേ? സോ 3 ബൈ നമ്പർ ഓഫ് കോളം എത്രയുണ്ട്? 1 2 3. ഓക്കെ, സോ ഇതൊരു 3/3 മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ 3 ഓർഡർ ഉള്ള മെട്രിക്സ് ആണ്. ഓക്കെ, നമുക്ക് വേറെ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 1 2 2 1 3. ഇതൊരു മെട്രിക്സിന് എക്സാമ്പിൾ അല്ലേ? റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റിൻ്റെ ഉള്ളിൽ നമ്പേഴ്സിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മെട്രിക്സിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ ആ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഈ മെട്രിക്സിൽ എത്ര കോളം ഉണ്ട്, എത്ര റോ ഉണ്ടെന്ന് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ എത്ര റോയും എത്ര കോളം ഉണ്ട്? ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. സോ R1 R2 വെർട്ടിക്കലായിട്ടുള്ള ലൈൻസാണ് കോളം. സോ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. ഓക്കെ, സോ ഓർഡർ എന്തായിട്ട് മാറും? നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളം ആണ് അല്ലേ? സോ നമ്പർ ഓഫ് റോ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, 2 ബൈ നമ്പർ ഓഫ് കോളം 3 ആണ്. സോ 2/3 ആണ് ഈ മെട്രിക്സിൻ്റെ എന്ത് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ 2/3 ഓർഡറുള്ള ഒരു മെട്രിക്സിന് എക്സാമ്പിളാണ് നമ്മൾ ബി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കാം. സി ഈസ് ഈക്വൽ ടു, നിങ്ങൾ നോട്ട്ബുക്കും പെന്നും കയ്യിലുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾ സ്വയം എഴുതി നോക്കുക. സി ഈസ് ഈക്വൽ ടു 1 0 0 0 1 0 0 0 1. 0യും 1ഉം മാത്രമുള്ളൊരു മെട്രിക്സ് ആണ് എഴുതിയിരിക്കുന്നത്. ഓർഡർ എന്തായിരിക്കും? എത്ര റോസ് ഉണ്ട്, എത്ര കോളം ഉണ്ട്, എത്ര ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ട്? 1 2 3. ഓക്കെ, സോ 3 റോസ് ഉണ്ട്, 3 ബൈ ദെൻ എത്ര കോളം ഉണ്ട്? വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ്, സ്ട്രെയിറ്റ് ആയിട്ട് എത്ര ലൈൻസ് ഉണ്ട് നോക്കാം. സോ 1 2 3. അപ്പോൾ റോയുടെ എണ്ണം കോളത്തിൻ്റെ എണ്ണം സെയിം ആണ്. എഗെയിൻ ഒരു 3/3 ഓർഡർ ഉള്ളൊരു മെട്രിക്സ് ആണ്. നമ്മൾ റീഡ് ചെയ്യുമ്പോൾ 3 × 3 എന്നല്ല വായിക്കുക, 3/3 എന്നാണ് ഓർഡറിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഒരു മെട്രിക്സിൻ്റെ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് A11 A12 എക്സെട്ര A1n, A21 A22 എക്സെട്ര A2n, ദെൻ എക്സെട്ര AM1 AM2 എക്സെട്ര AMN. എന്താണ് ആക്ച്വലി ഇത് ഉദ്ദേശിക്കുന്നത്? ഒരു ജനറൽ സ്ട്രക്ചറാണ്. എമ്മും എന്നും ഓർഡർ ഉള്ള ഒരു മെട്രിക്സിൻ്റെ, അല്ലെങ്കിൽ MN ഇത് എൻ്റെ ചെയ്തേക്കണല്ലേ. സോ M റോസും N കോളം ഉള്ള ഒരു മെട്രിക്സിൻ്റെ ജനറൽ ഫോമാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് M/N ആണ്. റീസൺ എന്താ? നമ്പർ ഓഫ് റോസ് M ആണ്, നമ്പർ ഓഫ് കോളം N ആണ്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര റോ ഉണ്ട്. 1 2 3 അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ പോയിന്റ് AM1 ആണല്ലേ. സോ M റോസ് ഉണ്ട്, അതുപോലെ തന്നെ N കോളം ഉണ്ട്. വെർട്ടിക്കലായിട്ടുള്ള ലൈൻസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് N-ൽ നിന്നാണ്. സോ N കോളം M റോയും ഉള്ള ഒരു മെട്രിക്സ് ആണ് ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളടുത്ത് ഒരു 3/4 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ 2/2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോം നമുക്ക് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. കൺസ്ട്രക്ട് എ 3/4 മെട്രിക്സ് ഹൂസ് എലമെൻറ്റ്സ് ആർ ഗിവൺ ബൈ Aij is equal to ഡിറ്റർമിനൻ്റ് അല്ല, മോഡുലസ് -3i + j ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സൈൻ മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ആദ്യം ഒരു 3/4 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, സോ 3/4 മെട്രിക്സ് എന്ന് പറയുമ്പോൾ A is equal to മെട്രിക്സ് എന്താ മീൻ ചെയ്യുന്നത്? 3/4 ഓർഡർ ഉള്ള ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോ എന്ന് പറയുന്നത് 3 ആയിരിക്കണം, നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് 4 ആയിരിക്കണം. അപ്പോൾ 3 റോസും 4 കോളം ഉള്ളൊരു മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ജനറലായിട്ട് എഴുതുമ്പോൾ A11 A12 A13 A14. ഓക്കെ, കാരണം എന്താണ്? 4 കോളം വേണം. സോ നമ്മൾ A14 അത് എൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് റോയിൽ A21 A22 A23 A24. ഓക്കെ, ദെൻ ലാസ്റ്റ് റോയിൽ A31 A32 A33 A34. ഓക്കെ, സോ നമുക്കൊരു 3/4 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. അതിൽ ആ ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 3/4 എൻഡ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ 2/2 ആണെങ്കിൽ A22 എൻഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ A12 1/2 ഓർഡറുള്ള മെട്രിക്സ് ആണെങ്കിൽ A12 അത് എൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഒരു 3/4 മെട്രിക്സ് ആണ്. സോ നമുക്ക് A34 അത്
എൻഡ് ചെയ്യണം എന്ന് മനസ്സിലായി. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 അല്ലേ? സോ 3/4 ഓർഡറുള്ള മെട്രിക്സിൽ 12 എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡറും നമ്പർ ഓഫ് എലമെൻറ്റ്സും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഓക്കെ, നമ്മൾ 3/4 റീഡ് ചെയ്യുന്നത് ജസ്റ്റ് 3 × 4 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 12 എലമെൻറ്റ്സ് കിട്ടും. സോ ഓർഡർ ഗിവൺ ആണെങ്കിൽ ജസ്റ്റ് അവരുടെ പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദാറ്റ് മെട്രിക്സ് എത്രയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സോ ഇനി നെക്സ്റ്റ് ടാസ്ക് A11 A12 A13 ഒക്കെ കണ്ടുപിടിക്കണം. സോ ആക്ച്വലി A11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? ഈ മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻ്റ് ആണ് A11. A12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻ്റ് ആണ്. ഓക്കെ, A13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിലെ എലമെൻ്റ് ആണ്. ഇനി റാൻഡം ആയിട്ട് ഒരു എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ A33 എടുക്കുകയാണെങ്കിൽ എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? തേർഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെൻ്റ് ആണ്. സോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ സഫിക്സിൽ കിടക്കുന്ന ഈ എലമെൻറ്റ്സിനെയാണ്. ഇതിൽ ഫസ്റ്റ് നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് റോയാണ്. അപ്പോൾ തേർഡ് റോ എന്ന് മനസ്സിലായി. ഓക്കെ, ദെൻ ഈ സെക്കൻഡ് എലമെൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോളത്തിൻ്റെ ഏത് കോളത്തിലാണ് സിറ്റുവേറ്റ് ചെയ്യണമെന്നാണ്. ഓക്കെ, സോ ഇത് തേർഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻ്റ് ആണ് A3. ഓക്കെ, സോ നമുക്ക് ജനറൽ ഫോം ഓഫ് 2/2 മെട്രിക്സ് അല്ലെങ്കിൽ 3/3 മെട്രിക്സ് അല്ലെങ്കിൽ 1/2 മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് അതിൻ്റെ ജനറൽ ഫോം എഴുതാനായിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഡയറക്റ്റ് A11 A12 ഒക്കെ കണ്ടുപിടിക്കുക. അതിനായിട്ടാണ് ക്വസ്റ്റ്യനിൽ AIJ എന്ന് പറയുന്ന ഒരു ഫോമാറ്റ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ A11 കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഐയും ജെയ്ക്കും പകരം 1ഉം 1ഉം ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അത് ഡയറക്റ്റ് ആ മെട്രിക്സിൽ എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ നമുക്കത് കണ്ടുപിടിക്കാം. സോ ജനറൽ ഫോം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് A11 കാണണം. ഓക്കെ, സോ ജനറൽ നമുക്ക് തന്നിരിക്കുന്ന AIJയുടെ വാല്യൂ എന്ന് പറയുന്നത് AIJ = മോഡുലസ് -3i + j / 2. ഇതാണല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, സോ നമുക്ക് A11 ഈ ഫസ്റ്റ് എൻട്രി കണ്ടുപിടിക്കണം. സോ A11 കാണാനായിട്ട് ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് -3 × എത്ര കിട്ടും? A11 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ A11 എന്ന് പറയുമ്പോൾ ഐയും ജെയും 1ഉം 1 ആണ്. സോ ഇക്വേഷനിൽ ഐക്ക് 1 കൊടുക്കുക, ജെയ്ക്കും 1 കൊടുക്കുക, /2 വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് -3 × 1 -3, പിന്നെ ഇവിടെ +1 ഉണ്ട്, /2. ഓക്കെ, സോ വാട്ട് ഈസ് -3 + 1? ഓക്കെ, -3 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ആണ്, /2. മോഡുലസ് ഓഫ് -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 തന്നെയാണ്. സോ 2/2 വിച്ച് ഈസ് ഈക്വൽ ടു 1 ആൻസർ കിട്ടും. ഓക്കെ, സോ അതാണ് A11ൻ്റെ ആൻസർ. 1 ഇവിടെ ഫോം ചെയ്തേക്കണം. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് സെയിം മാനർ നമ്മൾ A12 കണ്ടുപിടിക്കുകയാണ്. സോ A12 ചെയ്ത് നോക്കാം. A12 is equal to മോഡുലസ് -3 × ഈ ഇക്വേഷനിൽ തന്നെ നമ്മൾ ഐക്കും ജെയ്ക്കും 1ഉം 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കുക, ഐയുടെ റോയുടെ എണ്ണമാണ് നമ്മൾ ഈ ഫസ്റ്റ് വാല്യൂ കൊടുക്കുന്നത്, ജെയുടെ വാല്യൂ ആണ് സെക്കൻഡ് വാല്യൂ. ഓക്കെ, സോ I = 1 J = 2 ഹിയർ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -3 × 1 + J is replaced by this 2. ഓക്കെ, സോ ഹോൾ / 2 ഉണ്ട് ഇക്വേഷനിൽ. മോഡുലസിൻ്റെ ഉള്ളിൽ -3 × 1 -3 + 2 /2. ഓക്കെ, -3 + 2 is equal to -1. സോ മോഡുലസ് -1 / 2. മോഡുലസ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1/2. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് സെക്കൻഡ് ആയിട്ടുള്ള എൻട്രി 1/2 എന്ന് ഫോം ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് A13 കണ്ടുപിടിക്കണം. ഓക്കെ, സോ A13 കാണാനായിട്ട് അഗെയിൻ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. മോഡുലസ് -3 × 1 + 3 ഹോൾ /2. റീസൺ എന്താ? ഐയും ജെ എന്ന് പറയുന്നത് 1ഉം 3ഉം ആണ്. ഓക്കെ, ജസ്റ്റ് ഐക്കും ജെയ്ക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ -3 × 1 -3. ഓക്കെ, -3 + 3 /2. ഓക്കെ, സോ മോഡുലസ് -3 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? സെയിം നമ്പർ തന്നെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, 0 അല്ലേ? സോ മോഡുലസ് 0/2 വിച്ച് ഇസ് ഈക്വൽ ടു 0.
സോ നമുക്ക് A13 എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടി. നെക്സ്റ്റ് സെയിം മാനർ A14 കാണാം, അതുപോലെ A21 കാണാം, A22 കാണാം. ഓക്കെ, സോ A14 കൂടി കാണാം നമുക്ക്. A14 is equal to modulus negative 3 into 1 plus 4 divided by 2. Negative 3 into 1, negative 3 plus 4 divided by 2. Okay, negative 3 plus 4, 4 minus 3, that is positive 1. Okay, so modulus 1 divided by 2. അല്ലേ, രണ്ട് ഓപ്പോസിറ്റ് സൈൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ബിഗർ ആയിട്ടുള്ള നമ്പറിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം തന്നെ ഇടും. ഓക്കെ, സോ negative 3 plus 4 is equal to 1, 1/2 എന്ന് വരും. മോഡുലസ് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, സോ 1/2. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് റോയിൽ 4 എൻട്രീസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് കിട്ടി അല്ലേ. ഫസ്റ്റ് 1, സെക്കൻഡ് 1/2, തേർഡ് 0, ഫോർത്ത് 1, അഗെയിൻ 1/2. ഓക്കെ, സെയിം മാനർ നമ്മൾ എന്ത് ചെയ്യുക? A21, A22, A23, A24 കാണാം. അപ്പോൾ നമുക്ക് 5/2, 2, 3/2, 1 ഫോം ചെയ്യും. ദെൻ A31, A32, A33, A34. സോ ലാസ്റ്റ് റോയിൽ നമുക്ക് 4, 7/2, 3, 5/2. അങ്ങനെ ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? 3/4 മെട്രിക്സ് ആണല്ലേ. ഈ ഒരു മെട്രിക്സിൽ ഓർഡർ എന്ന് പറയുന്നത് 3/4 ആണ്. ഓക്കെ, 3 റോസും 4 കോളം ആണ്. സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 3 into 4 ആണ്. ദാറ്റ് ഈസ് 12 എലമെൻറ്റ്സ് ഉള്ളൊരു മെട്രിക്സ് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. Aij is equal to 2i minus j. വളരെ സിമ്പിളാണ്. കൺസ്ട്രക്ട് 3/4 മെട്രിക്സ് തന്നെയാണ്. സോ ജനറൽ ഫോം ഓഫ് എ 3/4 മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? A11, A12, A13, A14, then A21, A22, A23, A24, A31, A32, A33, A34. A34 എൻ്റേത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് എൻട്രിയുടെ സഫിക്സിലുള്ളത്, ദാറ്റ് ഈസ് 3/4 ഓർഡറുള്ളൊരു മെട്രിക്സ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. Aij എന്ന് പറയുന്നത് 2i minus j എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. Aij is equal to 2i minus j. സോ നമുക്ക് A11 കാണണം. A11 is equal to 2 into 1 minus 1 അല്ലേ. ഐയും ജെയും 1ഉം 1 ആണ്. സോ 2 into 1 2, 2 minus 1 is equal to 1. ഫസ്റ്റ് എൻട്രി എത്ര കിട്ടി? A11 1 കിട്ടി. നെക്സ്റ്റ് A12 കാണാം. സോ A12 which is equal to 2 into 1 minus 2 അല്ലേ. 2 into 1 2, 2 minus 2 equal to 0. സോ സെക്കൻഡ് ആയിട്ടുള്ള എൻട്രി 0 എന്ന് കിട്ടി. നെക്സ്റ്റ് A13 കാണണം. സോ A13 which is equal to 2 into 1 minus 3. 2 into 1 2, 2 minus 3 which is equal to -1 അല്ലേ. സോ A13 -1 ഫോം ചെയ്തു. നെക്സ്റ്റ് A14 കാണാം. A14 is equal to 2 into 1 minus 4 which is equal to 2 minus 4 which is equal to -2. ഓക്കെ, സോ A14 എന്ന് പറയുന്നത് -2 എന്ന് ഫോം ചെയ്തു. സെയിം മാനർ നമ്മൾ ബാക്കിയുള്ള 6 എൻട്രീസും കണ്ടുപിടിക്കണം. 6 8 എൻട്രീസും കണ്ടുപിടിക്കണം. ഓക്കെ, സോ A213, A222, A231, A240, A315, A324, A333, A342 എന്ന് പറയുന്ന ആൻസർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ടൈം എടുത്ത് തന്നെ പ്രോബ്ലം ചെയ്ത് നോക്കുക, എന്നിട്ട് ഈ ആൻസറായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഓക്കെ, സോ നമുക്കൊരു 3/4 ഓർഡറുള്ളൊരു മെട്രിക്സ് കിട്ടും. 3/4 ഓർഡർ ആണെങ്കിൽ ആ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 12 ആയിരിക്കും. 3 into 4 ആയിരിക്കും നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ്. ഒരു 7 ടൈപ്സ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ടോപ്പിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് മെട്രിക്സിൻ്റെ ടൈപ്സ് എന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോളം മെട്രിക്സ് ആണ്. കോളം മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താ? വേറെ ഒന്നുമില്ല, ഒരു മെട്രിക്സിൽ ഒരു കോളം മാത്രം ഉള്ളെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ മെട്രിക്സിനെ കോളം മെട്രിക്സ് എന്ന് പറയാം. ആ ഒരു മെട്രിക്സിൽ ഒരേ ഒരു കോളം മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, സോ എ മെട്രിക്സ് ഹാവിങ് ഓൺലി 1 കോളത്തിനെയാണ് നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയാം. എക്സാമ്പിൾ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കാം. A is equal to, ഒരു കോളമുള്ള മെട്രിക്സ് എഴുതാൻ സിമ്പിൾ അല്ലേ? ഒരു വെർട്ടിക്കൽ ലൈൻ ഫില്ല് ചെയ്യുക. ഓക്കെ, സോ 1 2 3 അല്ലേ.
ഇതൊരു മെട്രിക്സ് ആണല്ലേ. മെട്രിക്സിൻ്റെ ഉള്ളിൽ എലമെൻറ്റ്സ് ആയിട്ട് നമ്പേഴ്സാണ് എഴുതിയേക്കണേ, ഒരു കോളം മാത്രമേ ഉള്ളൂ. സോ ഓർഡർ ഓഫ് ദാറ്റ് മെട്രിക്സ് എന്താ? നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളാണ്. സോ എത്ര റോ ഉണ്ട്? ഹൊറിസോണ്ടലായിട്ട് 3 റോസ് ഉണ്ട്. സോ 3/1 ആണ് ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളെപ്പോഴും ഈ സെക്കൻഡ് എഴുതുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എന്താണ്? കോളമാണ്. സോ ആ ഒരു മെട്രിക്സിൽ 1 കോളം ഉള്ളൂ, ഈ ഒരു വെർട്ടിക്കൽ ലൈൻ മാത്രമേ ഉള്ളൂ അല്ലേ. സോ ഇത് ഒരു കോളം മെട്രിക്സിന് എക്സാമ്പിളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് റോ മെട്രിക്സ് എന്തായിരിക്കും? കോളം മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോളം, അപ്പോൾ റോ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 റോ ആയിരിക്കും. ഓക്കെ, സോ ഈ മെട്രിക്സ് ഹാവിങ് ഓൺലി 1 റോ ഈസ് കോൾഡ് റോ മെട്രിക്സ്. ഒരു എക്സാമ്പിൾ എഴുതാമല്ലോ റോ മെട്രിക്സിൻ്റെ എക്സാമ്പിൾ. ക്യാപിറ്റൽ B is equal to മെട്രിക്സ് എന്താണ്? റോ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം അല്ലേ. സോ 0 1 2 എലമെൻറ്റ്സ് ഏത് വേണമെങ്കിലും വരാം. സോ 0 1 2 എന്ന് പറയുന്നത് ഒരു റോ മെട്രിക്സിന് എക്സാമ്പിളും, കാരണം ഈ ഒരു മെട്രിക്സിൽ ഒരേ ഒരു റോ മാത്രമേ ഉള്ളൂ. ഓർഡർ ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് 1 റോയും 3 കോളാണ്. 1 2 3 അല്ലേ. സോ 3 കോളം ഉണ്ട്. സോ 1/3 ആണ് ഓർഡർ. പക്ഷെ നമ്മളെപ്പോഴും ഓർഡർ ഡിഫൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് റോയുടെ എണ്ണമാണ്. ഓക്കെ, സോ ഇവിടെ റോയുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കോളം എന്ന് പറയുമ്പോൾ ഈ സെക്കൻഡ് ആയിട്ട് വരുന്ന നമ്പർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. റോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന റോയുടെ നമ്പർ 1 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ നെക്സ്റ്റ് സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. സ്ക്വയർ മെട്രിക്സ് വളരെ സിമ്പിളാണ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4 സൈഡ്സ് ഈക്വൽ ആയിട്ട് വരണം. പക്ഷെ നമ്മുടെ മെട്രിക്സിൽ റോയും കോളാണ് ഉള്ളത്. സോ കോളത്തിൻ്റെ നമ്പറും അതുപോലെ റോയുടെ നമ്പറും ഈക്വൽ ആയിട്ട് വരാണെങ്കിൽ നമുക്ക് അതിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. A is equal to കോളത്തിൻ്റെയും റോയുടെയും നമ്പർ സെയിം ആയിട്ട് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക. സോ 1 2 2 0. ഓക്കെ, ഇതൊരു സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിൾ അല്ലേ. റീസൺ എന്താ? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളും ഈക്വൽ ആണ്. ഇതറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവരുടെ ഓർഡർ ഒന്ന് എഴുതി നോക്കിയാൽ മതി. ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളാണ് അല്ലേ. സോ ഈ മെട്രിക്സിൽ എത്ര റോ ഉണ്ട്? 1 2 R1ഉം R2 ഉണ്ട്. അതുപോലെ എത്ര കോളുണ്ട്? 1 2 C1ഉം C2 ഉണ്ട്. സോ R1ഉം R2 എന്ന് പറയുമ്പോൾ 2/2 ആണ് ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മുടെ കോളത്തിൻ്റെ എണ്ണം 2 ആണ്, റോയുടെ എണ്ണം 2 ആണ്. ഓക്കെ, സോ ഈക്വൽ നമ്പർ ഓഫ് റോസും കോളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മെട്രിക്സിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, സോ ഇതൊരു എക്സാമ്പിൾ ഓഫ് 2 ഓർഡർ ഉള്ള സ്ക്വയർ മെട്രിക്സ് ആണ്. 3 ഓർഡർ ഉള്ള മെട്രിക്സ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ എങ്ങനെ വരണം? 3/3 വരാം, അല്ലെങ്കിൽ 4/4 വരാം, പിന്നെ അതല്ലെങ്കിൽ 1/1 വരാം അല്ലേ. എല്ലാ ഓർഡർ ഡിഫൈൻ ചെയ്യുമ്പോഴും നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളം ഈക്വൽ ആണ്. സോ 1/1 2/2 3/3 4/4 എക്സെട്ര എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, ഇനി ഡയഗണൽ മെട്രിക്സ് തുടങ്ങി ഇനി ഇച്ചിരി അതിൻ്റെ ബേസ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഡയഗണൽ മെട്രിക്സിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എ സ്ക്വയർ മെട്രിക്സ് ഹാവിങ് all its non-diagonal entries are 0 is called diagonal matrix. എന്താണ് ഡയഗണൽ മെട്രിക്സ്? ഫസ്റ്റ് ഒരു കാര്യം സാറ്റിസ്ഫൈ ചെയ്യണം, അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രീവിയസ് ആയിട്ട് പഠിച്ചതാണ്. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളം ഈക്വൽ ആണ്. ഓക്കെ, സോ നോൺ ഡയഗണൽ ആയിട്ടുള്ള എൻട്രീസ് 0 വരണം. ഫോർ എക്സാമ്പിൾ A is equal to ഡയഗണൽ എലിമെൻറ്റ്സ് ജസ്റ്റ് നമുക്കൊരു 3/3 ഓർഡർ ഉള്ളൊരു സ്ക്വയർ മെട്രിക്സ് എഴുതാം. സോ ഡയഗണൽ എലിമെൻറ്റ്സ് ഇപ്പോൾ 1 2 3 ആണെന്ന് വിചാരിക്കും. ഡയഗണലായിട്ടുള്ള എലിമെൻറ്റ്സ് 3/3 ഓർഡർ ഉള്ള സ്ക്വയർ മെട്രിക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണേ. സോ റിമൈനിങ് ആയിട്ടുള്ള പോർഷൻസ് അല്ലെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള എൻട്രീസ് ഒക്കെ 0 ഫില്ല് ചെയ്യുക. 0 0 0 0. ഓക്കെ, സോ ഈ ഒരു മെട്രിക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു മെട്രിക്സിൻ്റെ ഡയഗണൽ ആയിട്ടുള്ള എൻട്രീസ് ഏതൊക്കെയോ നമ്പേഴ്സാണ്, പക്ഷേ ഡയഗണൽ അല്ലാത്ത ബാക്കി എൻട്രീസൊക്കെ എന്താണ്? 0 ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 1/1 വരാം, 2/2 ഓർഡറുള്ള മെട്രിക്സ് വരാം, 3/3 ഓർഡറുള്ള മെട്രിക്സ് വരാം, അല്ലെങ്കിൽ 4/4. നമ്മൾ 3/3 വരെയാണ് നമ്മൾ ഡിഫൈൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 3/3 ഓർഡറുള്ള മെട്രിക്സ് ആണ് നമ്മൾ എഴുതിയേക്കുന്നത്. 3 കോളം 3 റോയും ഉണ്ട്. അപ്പോൾ ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ് എന്ന് പറയുന്നത് 3/3 ആണ്. അതുകൊണ്ട് അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതുകൂടാതെ ഡയഗണൽ എലമെൻറ്റ്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ എൻട്രീസും 0s വന്നു കഴിഞ്ഞാൽ സച്ച് എ ടൈപ്പ് ഓഫ് മെട്രിക്സ് നമുക്ക് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ സ്ക്വയർ മെട്രിക്സ് എന്നാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ്
സ്കെയിലർ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് അറിയെങ്കിൽ സ്കെയിലർ മെട്രിക്സ് പഠിക്കാൻ ഈസിയാണ്. സ്കെയിലർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ മെട്രിക്സ് ഹാവിങ് all its non-diagonal entries are 0 and equal diagonal elements is called scalar matrix. 2 പോയിന്റ് പറഞ്ഞേക്കുന്നത് നോൺ ഡയഗണൽ എൻട്രീസ് 0 ആയിരിക്കണം, പക്ഷെ അത് മാത്രം പോരാ, ഈക്വൽ ഡയഗണൽ എലമെൻറ്റ്സ് ആയിരിക്കണം. ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ട് പഠിച്ച ഡയഗണൽ മെട്രിക്സിൽ നിന്നാണ് നമ്മൾ സ്കെയിലർ മെട്രിക്സ് മേക്ക് ചെയ്യുന്നത്. സോ ഡയഗണൽ മെട്രിക്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷേ നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഈ ഡയഗണൽ എലിമെൻറ്റ്സ് 1, 2, 3 മൂന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരുന്നു. പക്ഷേ ഈ നമ്പേഴ്സ് സെയിം ആയിട്ട് വരാണെങ്കിൽ, ഇപ്പോൾ 2 ആണ് ഒരു എൻട്രിങ്, 2, 2, 2 എന്ന് വരാണെങ്കിൽ അതൊരു സ്കെയിലർ മെട്രിക്സിന് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ 1.1 ആണെങ്കിൽ ഈ ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം 1.1 വന്നു കഴിഞ്ഞാൽ അതൊരു സ്കെയിലർ മെട്രിക്സിന് എക്സാമ്പിളാണ്. അതുകൂടാതെ നോൺ ഡയഗണൽ ആയിട്ടുള്ള എൻട്രീസ് ഒക്കെ 0 തന്നെ റിമെയിനും ചെയ്യണം. ഓക്കെ, സോ ആക്ച്വലി ഒരു സ്കെയിലർ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കണം, പക്ഷേ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ സെയിം ആയിട്ട് വരണം. ഒരു എക്സാമ്പിൾ ചെയ്ത് മനസ്സിലാവും. ഇപ്പോൾ 1.1 ആണെന്ന് വിചാരിക്കും നമ്മുടെ ഡയഗണൽ എൻട്രീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻറ്റും 1.1 ആയിരിക്കണം, ദിസ് ഓൾസോ 1.1. റിമെയിൻ ചെയ്യുന്ന ബാക്കി എല്ലാ പോർഷൻസും നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സീറോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതൊരു സ്കെയിലർ ആയിട്ടുള്ള മെട്രിക്സിന് എക്സാമ്പിളാണ്. 2 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ, നോൺ ഡയഗണൽ എൻട്രീസ് 0 അല്ലേ, ഈ ട്രയാങ്കിളും എന്താണ്, 0 ആണ്. അതുപോലെ ഡയഗണൽ ആയിട്ടുള്ള എൻട്രീസ് എന്താണ്, സെയിം ആണ്. ഓക്കെ, സോ അതുകൊണ്ട് അതിനെ സ്കെയിലർ മെട്രിക്സ് നമുക്ക് വിളിക്കാം. സിമ്പിൾ ആണല്ലോ. നെക്സ്റ്റ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് പ്രോബ്ലംസിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഐഡൻറ്റിറ്റി മെട്രിക്സിനെ വേറൊരു പേരും പറയും, യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഐഡൻറ്റിറ്റി മെട്രിക്സിനെ യൂണിറ്റ് മെട്രിക്സ് എന്നും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ മെട്രിക്സ് ഹാവിങ് ഓൾ ഇറ്റ്സ് നോൺ ഡയഗണൽ എൻട്രീസ് ആർ 0. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോൺ ഡയഗണൽ എൻട്രീസ് എല്ലാം 0 ആയിരിക്കണം. അത് തന്നെയാണ് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള സ്കെയിലർ മെട്രിക്സിലും പറഞ്ഞത് അല്ലേ. അതുപോലെ തന്നെ ഡയഗണൽ എലമെൻറ്റ്സ് യൂണിറ്റി ആയിരിക്കണം. യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, 1 ആയിരിക്കണം. ഓക്കെ, സോ ഡയഗണൽ എലമെൻറ്റ്സ് 1ഉം അതുപോലെ തന്നെ നോൺ ഡയഗണൽ ആയിട്ടുള്ള എൻട്രീസ് 0സും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ആ ഒരു മെട്രിക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കണം. മെട്രിക്സ് ആണെന്ന് പറയാം, പക്ഷേ ആ മെട്രിക്സ് എന്തായിരിക്കണം, സ്ക്വയർ മെട്രിക്സ് ആവണം കേട്ടോ. സ്ക്വയർ മെട്രിക്സ് ആയാൽ മാത്രമാണ് നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഐഡൻറ്റിറ്റി മെട്രിക്സിന് നമ്മൾ ക്യാപിറ്റൽ I വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. പക്ഷേ സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ 1/1 വരാം, 2/2 വരാം, 3/3 വരാം. ഓക്കെ, സോ 1 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്തായിരിക്കും, I1 ആയിരിക്കും. 2 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് I2 ആയിരിക്കും. 3 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് I3 ആയിരിക്കും. ജനറലായിട്ട് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നതാണ് I എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 ഓർഡർ ആണെങ്കിൽ I1, 2, I2, 3, I3. ഓക്കെ, സോ ഈ I1ലെ എലമെൻറ്റ് ഏതാ വരിക, 1 ഓർഡർ ഉള്ളൂ. 1 ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്ര ഉണ്ടാവുള്ളൂ, 1. 1 × 1 1 ആയിരിക്കും. സോ നമുക്കറിയാം അതിൽ ഡയഗണൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് യൂണിറ്റിയാണ്. സോ ആകെയുള്ള ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ മെട്രിക്സ് 1 എന്ന് പറയുന്നതായിരിക്കും I1. ഓക്കെ, ദെൻ I2 എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഡയഗണൽ ആയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും യൂണിറ്റി ആണ് അല്ലേ. സോ 1 1 എഴുതി റിമെയിൻ ചെയ്യുന്ന പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യുക, 0 ഇട്ട് കൊടുക്കുക. സോ 1 0 0 1 എന്ന് പറയുന്നത് I2 ആണ്. എന്ന് വെച്ചാൽ 2 ഓർഡർ ഉള്ള സ്ക്വയർ മെട്രിക്സ് ആണ്, പക്ഷേ അതിൽ എലമെൻറ്റ്സ് 1ഉം 0 ആണ്. ഡയഗണൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് 1ഉം ബാക്കിയെല്ലാം 0s ആണ്. ഓക്കെ, ദെൻ I3 എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1. സോ 1 1 1 റിമെയിൻ ചെയ്യുന്ന പോർഷൻസ് ഒക്കെ നമ്മൾ 0 ഫില്ല് ചെയ്യുമ്പോൾ 1 0 0 0 1 0 0 0 1. ഓക്കെ, സോ നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലൊക്കെ I എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം അത് ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് സീറോ മെട്രിക്സ്. ലാസ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് വളരെ സിമ്പിളാണ്. സീറോ മെട്രിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്തായിരിക്കും മെട്രിക്സിൽ എൻട്രീസ് ആയിട്ട് വരില്ല, അല്ലെങ്കിൽ എലമെൻറ്റ്സ് ആയിട്ട് വരാം. എല്ലാ എലമെൻറ്റ്സും സീറോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ സീറോ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, സീറോ മെട്രിക്സിന് പറയുന്ന വേറൊരു പേരാണ് നൾ മെട്രിക്സ്. ഓക്കെ, നൾ മെട്രിക്സ്. നിങ്ങൾ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകുന്നവരാണെങ്കിൽ സീറോ മെട്രിക്സിൻ്റെ നൾ മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, ഇതിൻ്റെ സെയിം
വേറൊരു പേരാണ് നൾ മെട്രിക്സ്. ഓക്കെ, സോ എ മെട്രിക്സ് ഹാവിങ് ഓൾ എലിമെൻറ്റ്സ് സീറോ ഇസ് കോൾഡ് സീറോ മെട്രിക്സ്. അപ്പോൾ സീറോ മെട്രിക്സിൻ്റെ പ്രത്യേകത അത് സ്ക്വയർ മെട്രിക്സ് ആവണമെന്ന് ഒന്നും നിർബന്ധമില്ല. അപ്പോൾ 0 0 0 0 0 അല്ലേ, ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണല്ലേ, 2x2 ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സീറോ മെട്രിക്സിന് എക്സാമ്പിളാണ്. സീറോ മെട്രിക്സിനെ നമ്മൾ ബിഗ് ഒ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഐന്ന് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സിനെ പറയുന്ന പോലെ സീറോ മെട്രിക്സിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആൽഫബറ്റ് എന്ന് പറയുന്നത് ഒ ആണ്, ബിഗ് ഒ. ഓക്കെ, സോ ഇതൊരു സീറോ മെട്രിക്സിന് എക്സാമ്പിളാണ്. പക്ഷേ ഇവിടുത്തെ കണ്ടീഷൻ സ്ക്വയർ മെട്രിക്സിലാണ് നമ്മൾ സീറോ മെട്രിക്സ് ഡിഫൈൻ ചെയ്തതാണ്. ഇപ്പോൾ വേറൊരു ഓർഡർ പറയാണ്, ഇപ്പോൾ 0 0 0 0 0 0 ഇതൊരു സീറോ മെട്രിക്സ് അല്ലേ? അതെ, കാരണം എന്താ, ഈ മെട്രിക്സിലെ എല്ലാ എൻട്രീസും 0 വന്നാൽ മതി, അതിൻ്റെ ഓർഡർ സെയിം ആവണമെന്നൊന്നുമില്ല. ഓർഡർ മീൻസ് അത് സ്ക്വയർ മെട്രിക്സ് ആവണമെന്നൊന്നും നിർബന്ധമില്ല. ഇപ്പോൾ ഇതൊരു സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിൾ ആണോ? അല്ലല്ലേ. ഈ മെട്രിക്സിൻ്റെ ഓർഡർ പറയുമ്പോൾ 2 റോസ് ഉണ്ട്, 3 കോളം ഉണ്ട് അല്ലേ. സോ 2x3 ഓർഡർ ഉള്ളൊരു സീറോ മെട്രിക്സ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ ഓർഡർ ഒന്നും മെൻഷൻ ചെയ്യേണ്ട. നമ്മൾ ഇത്രയും കേസ് പറഞ്ഞപ്പോൾ എല്ലാത്തിലും സ്ക്വയർ മെട്രിക്സ് ആവണം എന്നൊക്കെ നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ സീറോ മെട്രിക്സിൽ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് റോസും കോളംസും ഒക്കെ വരാം. ജസ്റ്റ് ആ മെട്രിക്സിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ് സീറോസ് ആയിക്കഴിഞ്ഞാൽ നമുക്കതിനെ സീറോ മെട്രിക്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തൊരു 7 1 2 3 4 5 6 7 ഓക്കെ, അപ്പോൾ 7 ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഓരോ പോർഷൻസും ടൈം എടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു നല്ലൊരു ക്ലിയർ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിനി നെക്സ്റ്റ് വരുന്ന പ്രോബ്ലംസൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഐ കാണുമ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, 0 കാണുമ്പോൾ അല്ലെങ്കിൽ ഒ കാണുമ്പോൾ അത് സീറോ മെട്രിക്സ് ആണ് യൂസ് ചെയ്യണേ എന്നൊക്കെ മനസ്സിലാവും. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞാലാണ് നമുക്ക് മെട്രിക്സിൽ കുറച്ചും കൂടി അറിവുണ്ടാവുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ആ ഒരു ഐഡിയ ഓരോ ഹെഡിങ്സിൻ്റെയും കാര്യങ്ങൾ പഠിക്കുക.